പ്രിയ ദൈവമക്കളെ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന വലിയ വിശ്വാസത്തോടെയാണ് ഈ നിമിഷം നാം ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഹൃദയത്തിൽ ഒരുപാട് ഭാരങ്ങളും ആരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങളും ആരും മനസ്സിലാക്കാത്ത വിങ്ങലുകളുമായിട്ടായിരിക്കാം നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങുന്നത്. എന്നാൽ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ പിതാവിന് നിങ്ങളുടെ ഓരോ കണ്ണുനീർത്തുള്ളിയുടെയും വിലയറിയാം. അടുത്ത കുറച്ചു നേരം നിങ്ങളുടെ എല്ലാ ജോലികളും ചിന്തകളും എല്ലാം മാറ്റിവെച്ച് പൂർണ്ണ ഏകാഗ്രതയോടെ ഭക്തിയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ജീവിക്കുന്നതിനായ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് നൽകിയ വലിയൊരു അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനാ വീഡിയോയ്ക്ക് താഴെ ഒരമ്മ കണ്ണീരോടെ തൻ്റെ മകന് വേണ്ടി ഒരു പ്രാർത്ഥനാ നിയോഗം വെച്ചിരുന്നു. പഠിപ്പ് കഴിഞ്ഞിട്ടും വർഷങ്ങളായി ജോലിയില്ലാത്ത, ഇൻ്റർവ്യൂകൾ നിരന്തരം പരാജയപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്ന തൻ്റെ മകന് ഒരു ജോലി ലഭിക്കണമെന്നതായിരുന്നു ആ അമ്മയുടെ അപേക്ഷ. ആ നിയോഗത്തിന് മീതെ നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതങ്ങളുടെ ദൈവമായ ഈശോ ആ അമ്മയുടെ കണ്ണുനീർ കണ്ടു. ഇന്നലെ ആ അമ്മ വളരെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു കമ്പനിയിൽ ആ മകന് വളരെ നല്ലൊരു ജോലി ലഭിച്ചുവെന്ന്. സർവശക്തനായ ദൈവത്തിന് ആയിരം സ്തുതികൾ. പ്രിയപ്പെട്ടവരെ, ആ മകൻ്റെ അടഞ്ഞ വാതിലുകൾ തുറന്ന ദൈവം ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിലും ഇടപെടാൻ പോവുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെപ്പോലെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ ഒരു ചെറിയ ഷെയറിങ്ങിലൂടെ ഒരപേക്ഷ ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ വലിയൊരു തകർച്ചയാകും മാറിപ്പോകുന്നത്. അതുവഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും കടന്നു വരും. നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവം തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചതാണ് ഓരോ കുടുംബത്തെയും. എന്നാൽ ഇന്ന് പല ഭവനങ്ങളിലും സ്നേഹത്തിന് പകരം വെറുപ്പും വിട്ടുവീഴ്ചകൾക്ക് പകരം വാശിയുമാണ്. ദൈവവചനം നമ്മോട് പറയുന്നു, 1 കൊറിന്തോസ് 13:4-7, സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം ദയയുള്ളതാണ്, അതിൽ അസൂയയില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അത് അയോഗ്യമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം മനസ്സിൽ വയ്ക്കുന്നില്ല, അത് സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും അതിജീവിക്കുന്നു. സങ്കീർത്തനങ്ങൾ 128:1-3. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം നീ ആസ്വദിക്കും, നീ ഭാഗ്യവാനാണ്, നിനക്ക് നന്മ കൈവരും. നിന്റെ ഭവനാന്തർഭാഗത്ത് നിന്റെ ഭാര്യ ഫലദായകമായ മുന്തിരിവള്ളി പോലെയായിരിക്കും, നിന്റെ മേശയ്ക്ക് ചുറ്റും നിന്റെ മക്കൾ ഒലിവുതൈകൾ പോലെയും. പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, സമാധാനം നഷ്ടപ്പെട്ട ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പരസ്പരം മിണ്ടാത്ത, എപ്പോഴും കലഹങ്ങൾ മാത്രം നടക്കുന്ന ഭവനങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനത്തിൻ്റെ അരുവി കടന്നു വരണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ചകൾ, സംശയങ്ങൾ, വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ബന്ധങ്ങൾ, ഇവയെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സ്വത്തുതർക്കങ്ങൾ എന്നിവ ഈ നിമിഷം മാറിപ്പോകട്ടെ. കർത്താവേ, മദ്യപാനം, ലഹരി, ദുർനടപ്പുകൾ, മൊബൈൽ ഫോണിൻ്റെ അടിമത്തം എന്നിവയാൽ തകർന്നു പോകുന്ന യുവതലമുറയെ അങ്ങ് തൊടണമേ. വഴിതെറ്റിപ്പോകുന്ന മക്കളെ ഓർത്ത് രാപ്പകൽ കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ അങ്ങ് കാണണമേ. അവർക്ക് നല്ല ബുദ്ധിയും വിവേകവും നൽകി നേർവഴിക്ക് നയിക്കണമേ. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ നിൽക്കുന്ന മക്കൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ കർത്താവേ, ഗർഭപാത്രത്തിൻ്റെ ഫലത്തിനായി, ഒരു കുഞ്ഞി കരച്ചിലിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ദമ്പതികളുടെ അടഞ്ഞ ഗർഭപാത്രങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഈ ഭവനങ്ങളുടെ കട്ടിളപ്പടികളിൽ അങ്ങയുടെ തിരുരക്തം തളിക്കണമേ. ആമേൻ. സാമ്പത്തിക പ്രതിസന്ധികൾ മനുഷ്യൻ്റെ ഉറക്കം കെടുത്തുകയും സമാധാനം നശിപ്പിക്കുകയും ചെയ്യും. കടക്കാരുടെ മുൻപിൽ അപമാനിതരായി തലകുനിച്ച് നിൽക്കുന്നവരോട് വചനം പറയുന്നു,
നിയമാവർത്തനം 28:12. തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ പെയ്യിക്കാനും നിന്റെ സകല പ്രവൃത്തികളെയും അനുഗ്രഹിക്കാനുമായി കർത്താവ് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം നിനക്കായി തുറക്കും. നീ അനേകം ജനതകൾക്ക് കടം കൊടുക്കും, നീ ആരോടും കടം വാങ്ങുകയുമില്ല. ഫിലിപ്പിയർ 4:19. തൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. പ്രാർത്ഥിക്കാം. എല്ലായ്പ്പോഴും കരുതുന്നതിനായ സ്വർഗീയ പിതാവേ, കടബാധ്യതകൾ കൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അങ്ങയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാവും പകലും വിയർപ്പൊഴുക്കി അധ്വാനിച്ചിട്ടും ഒന്നിനും തികയുന്നില്ല എന്ന് വിലപിക്കുന്നവരെ അങ്ങ് കാണണമേ. കർത്താവേ, ബാങ്ക് ജപ്തി ഭീഷണി നേരിടുന്നവർ, പലിശക്കാരുടെ മുൻപിൽ ഉത്തരം പറയാൻ കഴിയാതെ ഒളിച്ചു നടക്കുന്നവർ, ഇവരുടെ മേൽ അങ്ങയുടെ കരുണയുണ്ടാകണമേ. അത്ഭുതകരമായ രീതിയിൽ ഇവരുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുവാനുള്ള വഴികൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. ഇപ്പോൾ സാക്ഷ്യം കേട്ടതുപോലെ പഠിച്ചിട്ടും ജോലിയില്ലാതെ അലയുന്നവർക്കും ഇൻ്റർവ്യൂകളിൽ നിരന്തരം പരാജയപ്പെടുന്നവർക്കും അനുയോജ്യമായ ഒരു തൊഴിൽ നൽകി അനുഗ്രഹിക്കണമേ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസയും മറ്റു തടസ്സങ്ങളും മാറി വരാൻ അവിടുന്ന് ഇടപെടണമേ. ബിസിനസ്സിൽ വലിയ തകർച്ച നേരിടുന്നവരെ അങ്ങ് കൈപിടിച്ചുയർത്തണമേ. വഞ്ചിക്കപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർക്കും കടം കൊടുത്തിട്ട് തിരികെ കിട്ടാതെ വിഷമിക്കുന്നവർക്കും അത് തിരികെ ലഭിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. സാമ്പത്തികമായ വലിയൊരു വിടുതൽ ഈ മക്കളുടെ മേൽ ഇപ്പോൾ വർഷിക്കപ്പെടട്ടെ. ആമേൻ. ശരീരത്തിലെ വേദനകളും മനസ്സിലെ ആഴമേറിയ മുറിവുകളും ഉണക്കാൻ യേശു എന്ന മഹാവൈദ്യന് മാത്രമേ കഴിയൂ. അവിടുത്തെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഏശയ്യ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവനേറ്റ ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരായിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103:2-3. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ ഉപകാരങ്ങൾ ഒന്നും നീ മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങളെല്ലാം ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ കർത്താവെ, ആശുപത്രി കിടക്കകളിലും ICUകളിലും വീടുകളിലുമായി വേദനയാൽ പുളയുന്ന സകലരെയും അങ്ങയുടെ തിരുമുൻപിലേക്ക് സമർപ്പിക്കുന്നു. ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി തകരാറുകൾ, പക്ഷാഘാതം തുടങ്ങി വലിയ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ അവിടുന്ന് തൊടണമേ. ഡോക്ടർമാർ കൈവിട്ട അവസ്ഥകളിൽ കഴിയുന്നവർക്ക് അവിടുത്തെ ജീവൻ നൽകുന്ന കരങ്ങൾ നീട്ടി അത്ഭുതം സൗഖ്യം നൽകണമേ. തലമുറകളായി കൈമാറി വരുന്ന പാരമ്പര്യ രോഗങ്ങളുടെ കെട്ടുകളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അറുത്തുമാറ്റുന്നു. കർത്താവെ, ശരീരത്തിൻ്റെ രോഗങ്ങളെക്കാൾ വലിയ മാനസിക ഭാരങ്ങൾ പേറുന്ന അനേകരുണ്ട്. ഡിപ്രഷൻ, അകാരണമായ ഭയം, ഉത്കണ്ഠ എന്നിവയാൽ ഉറക്കം നഷ്ടപ്പെട്ടവർ, പഴയകാലത്തെ തിക്താനുഭവങ്ങൾ ഓർത്തും ആരും എന്നെ സ്നേഹിക്കാനില്ല എന്ന് ചിന്തിച്ചും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർ, കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇപ്പോൾ അവരുടെ മേൽ ഇറങ്ങി വരണമേ. ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ. സകല ഭയങ്ങളും അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. അങ്ങയുടെ സമാധാനം ഈ നിമിഷം അവരെ പൊതിയട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ശത്രുവിൻ്റെ കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കോട്ട നമുക്ക് ആവശ്യമാണ്. സങ്കീർത്തനങ്ങൾ 91:10-11. ഒരു തിന്മയും നിന്നോട് അടുക്കുകയില്ല, ഒരു മഹാമാരിയും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എഫേസസ് 6:11. പിശാചിൻ്റെ കുതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ ഭവനങ്ങളെയും അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ പൊതിയുന്നു. ശത്രുവിൻ്റെ സകല കെണികളിൽ നിന്നും, ദുഷ്ടമനസ്സുകളുടെ കണ്ണീറുകളിൽ നിന്നും, ശാപവാക്കുകളിൽ നിന്നും, ആഭിചാര ദോഷങ്ങളിൽ നിന്നും ഈ മക്കളെ അങ്ങ് സംരക്ഷിക്കണമേ. പകലോ രാവോ ഇവരുടെ നേർക്ക് വരുന്ന സകല തിന്മയുടെ അസ്ത്രങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ തകർക്കുന്നു. യാത്രാവേളകളിൽ അങ്ങയുടെ കാവൽ മാലാഖമാരെ അയച്ച് ഇവരെ കാത്തുകൊള്ളണമേ. പെട്ടെന്നുള്ള അപകടങ്ങളിലും അകാല മരണങ്ങളിലും വലിയ ദുരന്തങ്ങളിലും പെടാതെ ഇവരെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ഉള്ളംകൈയിൽ കാത്തുകൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്നതിനായ യേശു ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ആരും അറിയാത്ത വേദനകളും ഇപ്പോൾ കണ്ണുകളടച്ച് കർത്താവിനോട് പറയുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പൂർണ്ണ വിശ്വാസത്തോടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അത് കേവലം അക്ഷരങ്ങളല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്
നാം ഒരുമിച്ച് സമർപ്പിക്കുന്ന വലിയ യാചനകളാണ്. നിങ്ങളുടെ ജോലി, വിവാഹം, കടബാധ്യതകൾ, രോഗസൗഖ്യം, പരീക്ഷകളിലെ വിജയം, എന്തുതന്നെയായാലും അത് കമൻ്റ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങളുടെ ആ കമൻറ്റുകൾക്ക് മീതെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്നേഹപിതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ കണ്ണുനീർ സന്തോഷമായി മാറട്ടെ. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകി ദൈവവചനം പ്രചരിപ്പിക്കുന്നവരുടെ ജീവിതത്തിലും കുടുംബത്തിലും അങ്ങ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. സകല തടസ്സങ്ങളും മാറി പുതിയൊരു ജീവിതം ഇവർക്ക് ലഭിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ വിടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.